2 മാസത്തെ ആകാംക്ഷകൾക്ക് വിരാമമിട്ടുകൊണ്ട് അണ്ണാ DMK ജനറൽ സെക്രട്ടറി VK ശശികല തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയാവുകയാണ്. ഉച്ചകഴിഞ്ഞ് 2:15 ചേർന്ന അണ്ണാ DMK MLA-മാരുടെ യോഗമാണ് അവരെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തത്. മുഖ്യമന്ത്രി O. പനീർശെൽവം കക്ഷി നേതാവായി ശശികലയുടെ പേര് നിർദ്ദേശിച്ചു. നിർദ്ദേശത്തെ MLA-മാർ നിറഞ്ഞ കയ്യടിയോടെയായിരുന്നു എതിരേറ്റത്. അതിനു മുൻപേ തന്നെ പനീർശെൽവവും മുതിർന്ന മന്ത്രിമാരും പോയസ് ഗാർഡനിലെ വസതിയിലെത്തി 2 മണിക്കൂറോളം ശശികലയുമായി ചർച്ച നടത്തിയിരുന്നു. തുടർന്ന് മുഖ്യമന്ത്രി സ്ഥാനം O. പനീർശെൽവം രാജിവെക്കുന്നതായി യോഗത്തിൽ പ്രഖ്യാപിച്ചു. മുഖ്യമന്ത്രി സ്ഥാനം കൈവിടാൻ പനീർശെൽവം മടിക്കുന്നതായി വാർത്തകൾ ഉണ്ടായിരുന്നെങ്കിലും അതിനെയെല്ലാം അപ്രസക്തമാക്കിക്കൊണ്ടാണ് അദ്ദേഹം തന്നെ യോഗം നിയന്ത്രിച്ചതും ശശികലയുടെ പേര് നിർദ്ദേശിച്ചതും. തമിഴ്നാടിന്റെ ചുമതലയുള്ള ഗവർണർ C. വിദ്യാസാഗർ റാവു ഇപ്പോൾ ചെന്നൈയിലില്ല. അദ്ദേഹം എത്തിയാലുടൻ നിയമസഭാ കക്ഷി യോഗ തീരുമാനങ്ങൾ നേതാക്കൾ അദ്ദേഹത്തെ രേഖാമൂലം അറിയിക്കും. അതിനാൽ ഇനി ശശികലയ്ക്ക് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സാങ്കേതിക കടമ്പകൾ മാത്രമേയുള്ളൂ. പാർട്ടിയും MLA-മാരും ശശികലയെ നേതാവായി വാഴിക്കുമ്പോൾ സാധാരണ പാർട്ടി പ്രവർത്തകരും ജനങ്ങളും അവരെ അംഗീകരിക്കുന്നില്ല എന്ന യാഥാർത്ഥ്യത്തെ എങ്ങനെ അവർ മറികടക്കും എന്നതിലാണ് അണ്ണാ DMK എന്ന പാർട്ടിയുടെ ഭാവി. G. പ്രസാദ് കുമാർ, മാതൃഭൂമി ന്യൂസ്, ചെന്നൈ. തഞ്ചാവൂർ ജില്ലയിലെ മന്നാർഗുഡിയിൽ ദേവർ കുടുംബത്തിലെ അംഗമാണ് ശശികല. സ്കൂൾ പഠനം പാതിവഴിയിൽ ഉപേക്ഷിച്ച ശശികല പബ്ലിക് റിലേഷൻ ഓഫീസറായിരുന്ന നടരാജനെ വിവാഹം കഴിച്ച ശേഷമാണ് ചെന്നൈയിലെത്തിയത്. ജയലളിത പങ്കെടുക്കുന്ന പൊതുപരിപാടികളും വിവാഹങ്ങളും ചിത്രീകരിക്കാനുള്ള അനുവാദം തേടിയാണ് ശശികല ജയലളിതയ്ക്കടുത്തെത്തിയത്. ജയലളിതയുടെ നീക്കങ്ങൾ ചോർത്താൻ MGR ശശികലയെ നിയമിക്കുകയായിരുന്നു എന്നും അക്കാലത്ത് അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. MGRന്റെ ശവമഞ്ചത്തിൽ നിന്ന് തള്ളി വീഴ്ത്തപ്പെട്ട ജയലളിതയെ താങ്ങിയ ശശികലയുടെ കഥകൾ തമിഴ് ലോകം പാടി നടന്നു. വൈകാതെ 1989 ശശികല ജയയ്ക്കൊപ്പം പോയസ് ഗാർഡനിലെത്തി. 1991 ജയലളിത മുഖ്യമന്ത്രിയായതോടെ ശശികലയും മറ്റൊരു അധികാര കേന്ദ്രമായി മാറി. ജയലളിതയുടെ ഔദ്യോഗിക വസതിയായ പോയസ് ഗാർഡനിലെ 40ഓളം ജീവനക്കാർ ശശികലയുടെ ബന്ധുക്കളായിരുന്നു. ശശികലയുടെ മരുമകൻ സുധാകരനെ ജയലളിത ദത്തെടുത്തു. സുധാകരന്റെ വിവാഹത്തിനായി 6 കോടി ചിലവഴിച്ചതിന്റെ പേരിൽ ജയലളിത വെട്ടിലായി, ഒപ്പം തോഴിയും. അഴിമതിയും അനധികൃത സ്വത്ത് സമ്പാദനവും മുറയ്ക്ക് നടന്നതോടെ 1996 ഡിസംബർ 7 ജയലളിത അറസ്റ്റ് ചെയ്യപ്പെട്ടു, ഒപ്പം ശശികലയും. ശശികലയുടെ അമിത സ്വാധീനത്തിനെതിരെ മുതിർന്ന നേതാക്കൾ ജയയോട് പരാതി പറഞ്ഞിരുന്നു എങ്കിലും അവർ പുറത്താക്കപ്പെടുമെന്ന് തമിഴ് രാഷ്ട്രീയം കരുതിയിരുന്നില്ല. ശശികലയെയും ഭർത്താവ് M. നടരാജനെയും പാർട്ടിയിൽ നിന്നും പോയസ് ഗാർഡനിൽ നിന്നും ജയലളിത പുറത്താക്കി. പക്ഷേ ദിവസങ്ങൾക്കുള്ളിൽ തെറ്റ് ഏറ്റുപറഞ്ഞ് ശശികല ജയലളിതയുടെ അടുത്തേക്ക് തിരിച്ചെത്തി. വീഡിയോ കട ഉടമയിൽ നിന്ന് ചിന്നമ്മയായുള്ള ശശികലയുടെ പരിണാമം രാഷ്ട്രീയ നിരീക്ഷകരെ പോലും തെല്ലൊന്നമ്പരിപ്പിച്ചു. 2001 ജയലളിത വീണ്ടും മുഖ്യമന്ത്രിയായതോടെ ശശികല കൂടുതൽ കരുത്താർജിച്ചു. 2011 മൂന്നാമത് മുഖ്യമന്ത്രിയായ ജയലളിത തോഴിയെ പോയസ് ഗാർഡനിൽ നിന്നും പുറത്താക്കി. ശശികല വീണ്ടും ജയയുടെ വിശ്വസ്തയായി തിരിച്ചെത്തി. പക്ഷേ 2ാം വരവിൽ തോഴി പൊതുവേദികളിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടു. ജയലളിതയുടെ വ്യക്തിപരമായ കാര്യങ്ങൾ നോക്കിയും പോയസ് ഗാർഡനിലെ പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ചും ഒതുങ്ങി. എങ്കിലും ജയലളിതയുടെ ആരോഗ്യസ്ഥിതി മോശമായതോടെ ശശികലയും രാഷ്ട്രീയത്തിൽ ഇടപെട്ടു തുടങ്ങി. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.